ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ ടോപ്പിക്ക് ഷാനവാസ് ആണ്. ഞാൻ ഈ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയപ്പോൾ മുതലേ ഈ ഷാനവാസിനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എടുത്തു ചാടി കുറെ കാര്യങ്ങളിൽ സംസാരിക്കും, എടി ബോഡി എന്ന് വിളിക്കും, വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും ചില സമയങ്ങളിൽ കൺട്രോൾ തെറ്റി നിൽക്കുമ്പോൾ. പക്ഷേ പുള്ളി ഒരു പച്ചയായ മനുഷ്യനാണ്. അത് നമുക്കത് ഉറപ്പിക്കാം എന്ന് പറയാൻ പറ്റുന്നത് ഇന്ന് ആദില പിന്നിൽ നിന്ന് കുത്തിയെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ചങ്ക് പൊട്ടിയെന്നുള്ളത്. പക്ഷെ എത്ര വഴക്കുണ്ടായാലും ഇവരിങ്ങനെ ചെയ്യുമെന്ന് ഷാനവാസ് ഒരിക്കലും കരുതിയിരുന്നില്ല. എന്ന് വെച്ചാൽ അവരെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും ചോദിക്കും, ബിഗ് ബോസിനകത്ത് വരുന്നത് സ്നേഹിക്കാനോ ചേട്ടനനിയത്തി കളിക്കാനോ ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറയും. നമ്മൾ മിക്ക സീസണിലും കണ്ടിട്ടുണ്ട്, അനിയത്തിമാരാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കൊണ്ട് നടക്കും, അങ്ങനെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കുറെ പേര് നടക്കും. ഇതൊക്കെ എല്ലാ സീസണിലും ഉള്ളതാണ്. എങ്കിലും നമ്മളെല്ലാവരും ഇതിനെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളവരാണ്. ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും സ്ഥാപിക്കാൻ നിങ്ങൾ ബിഗ് ബോസിനകത്ത് പോകരുതെന്ന്. അത് സത്യമാണ്. അത് സത്യമാണെന്ന് തെളിയിക്കുന്ന കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസിന്റെ കാര്യത്തിൽ. ഷാനവാസ് ഈ പറയുന്ന ആദില, നൂറ, അവരെ അവരുമായിട്ടൊരു ബോണ്ട് ഉണ്ടായി, അവരെ സ്വന്തം മക്കളെ പോലെ കരുതി. പുള്ളി അങ്ങനെയാണ്. പുള്ളിക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ മനസ്സങ്ങ് അലിയും. എല്ലാവരും കൂടി ഇവരെ കോർണർ ചെയ്യുന്നു, ഇവരെ തള്ളിപ്പറയുന്നു എന്നുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് പലരും അവിടെ ആദില നൂറയുടെ വിഷയം വന്നപ്പോൾ ലക്ഷ്മി സംസാരിച്ചപ്പോഴത്തേക്ക് ആദിലയ്ക്ക് നൂറയ്ക്ക് അനുകൂലമായിട്ടൊക്കെ നിന്നെന്ന് പറഞ്ഞാലും, പക്ഷെ ലാലേട്ടൻ വന്ന് അവിടെ ലക്ഷ്മിയെ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പേര് ആ സമയത്ത് കുറച്ച് സ്നേഹം കാണിച്ചു എന്നുള്ളതല്ലാതെ മറ്റുള്ളവർക്കൊന്നും ഇവരോടൊന്നും അത്രയ്ക്ക് വലിയ സ്നേഹമൊന്നും ഇല്ല. പക്ഷെ ഷാനവാസ് എന്താണെന്ന് വെച്ചാൽ ഇവരെ അങ്ങ് സ്വന്തമായിട്ട് അവരുടെ ഒരു ഇഷ്ടം തോന്നി, രണ്ടുപേരും എൻ്റെ മക്കളെ പോലെ ആണെന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ വെളിയിൽ നിങ്ങൾക്ക് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ വെളിയിൽ എന്തായിരുന്നൊന്നും എനിക്കറിയണ്ട, പക്ഷെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മക്കളെ പോലെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞു. ശുദ്ധ മനസ്സാണ്. അത് സത്യം പറഞ്ഞ ഷാനവാസിന്റെ മനസ്സാണ് നമ്മൾ കാണേണ്ടത്. ഷാനവാസ് ദേഷ്യപ്പെട്ട് സംസാരിക്കും, കാര്യങ്ങൾ പറയും. ഇവര് തന്നെ ഇപ്പൊ നമ്മൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഷാനവാസ് ഇവരെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഷാനവാസിന് അപകടമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷാനവാസിന്റെ ഇതിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഷാനവാസ് അവിടെ ഷാനവാസ് അവിടെ ഇവരെ ചതിക്കണമെന്നോ അല്ലെങ്കിൽ ഇവർക്കെതിരെ കളിക്കണമെന്നോ ഒന്നും ചിന്തിച്ചുകൊണ്ടല്ല അവിടെ പെരുമാറിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവരെ ഗുണദോഷിക്കാൻ പോയിട്ടുണ്ട്. അവരിങ്ങോട്ട് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊരു ബോണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആദില ചതിച്ച ചതി, ഞാൻ വിചാരിച്ചത് ആദില ആദ്യം ചതിക്കാൻ പോകുന്നത് ഈ പറയുന്ന അനുമോളെ ആയിരിക്കുമെന്നായിരുന്നു. പക്ഷെ അല്ല, ആദ്യം ചതിച്ചത് ആ ഷാനവാസിനെയാണ്. എന്ന് വെച്ചാൽ ഇന്ന് നോമിനേഷൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് കഥകളൊക്കെ അങ്ങോട്ട് ഇരുന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ ഇവിടുന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിൽ, ഈ പുറത്താക്കണം എന്നുള്ള രീതിയിലാണല്ലോ നോമിനേഷൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവിടെ വന്നിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് ഷാനവാസ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്, ആരൊക്കെയാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് എന്നുള്ളത്. അതിൽ ആദില ഉണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ട് പുള്ളി എന്തൊക്കെയോ ഒക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു, എനിക്കും അറിയാൻ ചെയ്യാന്, ഞാനും ചെയ്യും എന്നൊക്കെ പുള്ളി പറഞ്ഞായിരുന്നു. ആ ദേഷ്യത്തിന്റെ മേളിൽ പറയുന്നതാണ്. പക്ഷെ പുള്ളി അവർക്കെതിരെ ഇനിയും കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇനിയിപ്പോ മാറി കളിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആദില ഭയങ്കരമായിട്ട് ചതിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിയാസ് വീട്ടിനകത്ത് വന്നതിന് ശേഷം നമ്മളെല്ലാം കണ്ടതാണ് ആദിലയിൽ ഉണ്ടായ ഒരു മാറ്റം. അതൊരു ഭയങ്കര മാറ്റമായിരുന്നു. എന്നുവെച്ചാൽ ആദില പക്കാ നെഗറ്റീവായി. ഇപ്പോഴും നെഗറ്റീവാണ്, പോസിറ്റീവ് ഒന്നും ആയിട്ടില്ല. പക്ഷേ ഈ ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് പേർക്കൊക്കെ, ഒരുപാട് പേർക്കില്ലെങ്കിലും കുറച്ച് പേർക്ക് കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഷാനവാസിനെ കുറ്റം പറയുമായിരുന്നു, ഈ പെങ്ങളുമാരെയും കൊണ്ട് ഇങ്ങനെ നടക്കുവാണ്, ഷാനവാസിന് ഇത് പണി കിട്ടും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഷാനവാസിന് പക്ഷേ ഇവരോടൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ റിയൽ ഫേസ് ഈ ആദിലയുടെ നമ്മൾ ആദ്യം കണ്ടത്, അതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ശരിക്കും എക്സ്പോസ് ആയത് ഈ റിയാസ് വന്നതിന് ശേഷമാണ്. ഈ റിയാസ് വന്നിട്ട് എന്താ ചെയ്തത്, കുറച്ച് വിഷമൊക്കെ കുത്തി കൊടുത്തിട്ട് പോയി. പിന്നെ അവിടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഈ ആദിലയുടെ. അതുകൊണ്ട് തന്നെ ആദില പക്ക നെഗറ്റീവിലേക്ക് പോയി. അതിനുശേഷം ആദിലയ്ക്ക് മനസ്സിലായി ഇന്നിന്ന ആൾക്കാർക്ക് വെളിയിൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവരുമായിട്ടെല്ലാം അടുത്തു. അങ്ങനെ അടുത്തതാണ് അനുമോളുമായിട്ടും ഷാനവാസുമായിട്ടും. പക്ഷെ ഷാനവാസ് അതൊരു ഗെയിമിന്റെ ഇതിലല്ല കണ്ടത്. ഷാനവാസ് ഇവരെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു. അവിടെ ഷാനവാസിന് ഒരുപാട് അബദ്ധം പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചത് അനുമോൾക്കായിരിക്കും ആദ്യത്തെ പണിയെന്ന്. അല്ല, ഷാനവാസിന് എന്തായാലും കിട്ടി. ഷാനവാസ് ഇതുകൊണ്ട് ഇനി പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ അനുമോൾക്ക് ഉടനെ തന്നെ കിട്ടും. കാരണം ഇന്ന് നെവിനും ആദിലയും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ ആദിലയോട് പറയുന്നുണ്ട്, എനിക്ക് എന്നെ കുറിച്ച് അവിടെ നോമിനേറ്റ് ചെയ്തപ്പോൾ അനുമോള് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അനുമോള് പറഞ്ഞത് അത് ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആദില അവിടെ ഇരുന്നുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അനുമോൾ ചെയ്തത് തെറ്റാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് വിഷം കുത്തി വെക്കുന്നുണ്ട് ഈ നെവിനിലേക്ക്. നെവിൻ ഒന്നാമതേ ഈ പറയുന്ന അനുമോളെ കണ്ടുകൂടാ, ഇപ്പം ഒട്ടും കണ്ടുകൂടാ എന്നുള്ള വിധത്തിൽ ആക്കി വിട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ആദില ക്രൂക്കട്ട് മൈൻഡ് ആണ്, നൂറയെ പോലെ അല്ല. നൂറ ഇതിൽ നിന്നെല്ലാം വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞിട്ട് ഈ നൂറ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോയി എപ്പിസോഡുകളൊക്കെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. എന്നുവെച്ചാല് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, ഈ നൂറ ആദിലയുടെ ട്രാപ്പിൽ പെട്ടുപോയതാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ആ സ്വഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എല്ലാവരും പറയും ആദില പെട്ടെന്ന് ദേഷ്യം വരും, അത് പെട്ടെന്ന് തണുക്കും, പാവമാണെന്നൊക്കെ. ഒരു പാവമല്ല, അവിടെ പാവമെന്ന് പറയാനേ പറ്റത്തില്ല. ഞാന് ഈ ഷാനവാസുമായിട്ട് കൂട്ടുള്ളപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചതിക്കും 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 എന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അനുമോളെ ആയിരിക്കും ആദ്യം ചതിക്കുന്നതെന്ന്. പക്ഷെ ഇപ്പൊ ഷാനവാസിലാണ്, ഉടനെ തന്നെ അത് അനുമോൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുള്ള മരുന്നൊക്കെ അവർ ഇന്നലെ അത് വിതറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആര്യൻ അവിടുന്ന് അനുമോൾ ഔട്ടായതിനു ശേഷം ആര്യൻ അവിടെ കയറ് പിടിച്ചുകൊണ്ടിരുന്നപ്പം ആര്യനെ സഹായിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു ഈ ആദില, കയറ് പിടിച്ചു കൊടുത്ത് സഹായിക്കാൻ. ഈ ആദിലയ്ക്കും നൂറയ്ക്കും ഈ ആര്യനോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. എനിക്ക് തോന്നുന്നു അനുമോളോട് ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നത് ആര്യനോടാണ്. ഞാൻ ആര്യനോട് അവർ സ്നേഹം ഒരുപാട് കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ആണ് ചോദിക്കുന്നത് ആദില ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ, ഇത് ഏത് റൂൾസ് ആണ്, ആദില അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദില പിന്നെ ആ കയറ് വിട്ടുകൊടുക്കുന്നത്. അതുപോലെ പല സാഹചര്യങ്ങളിലും ഈ ആര്യനെ സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ആര്യനും നെവിനുമാണ് ഈ അനുമോളുടെ ഏറ്റവും വലിയ ശത്രു. എന്ന് വെച്ചാൽ അക്ബറിനേക്കാൾ, അക്ബർ അവിടുന്ന് ബൂസ്റ്റ് ചെയ്ത് വിടുമെന്ന് പറഞ്ഞാലും ഇവർക്ക് വ്യക്തിപരമായിട്ട് ഈ അനുമോളോട് നല്ല ദേഷ്യമുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഒരു മിതമായ രീതിയിൽ ഒരു ഗെയിം കളിക്കുന്ന ഒരു ആദിലെ എനിക്ക് കാണാൻ പറ്റി. പക്ഷെ നൂറ അത്രയ്ക്ക് ഗെയിം കളിക്കുന്നില്ല. ഇനി നൂറയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് ഇതുവരെയും വെളിയിൽ വന്നിട്ടില്ല. വെളിയിൽ വരണമെങ്കിൽ ആദില പുറത്താകണം. ആദില പുറത്തായാൽ ഉറപ്പായിട്ടും നൂറയും എക്സ്പോസ് ആകും. നൂറ എന്താണ് എന്നുള്ളത്, ഇങ്ങനെയാണോ, ഇനി ഇതിൽ കൂടുതൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ. പക്ഷെ ആദില ഇന്ന് കാണിച്ചത്, ഷാനവാസിനോട് കാണിച്ചത് ഭയങ്കര ചതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കുടുംബമായിട്ട്, അങ്ങനെ ഒരു മക്കളെ പോലെ കാണുന്നു. അങ്ങനെ നമുക്കറിയാം പുള്ളി വളർന്ന സാഹചര്യങ്ങളൊക്കെ പുള്ളി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് വളർന്നത്, എന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയായിരുന്നു, എനിക്കിതൊന്നും പറഞ്ഞുതരാൻ ആരും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞ കാര്യമാണ്, ഞാൻ ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വരികയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ കട്ടിങ്സ് ഒക്കെ കണ്ടുള്ളൂ, ഞാൻ എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് കാണുന്ന ആളല്ല, കട്ടിങ്സ് മാത്രമേ കണ്ടുള്ളൂ. അത് സത്യമാണ്. എന്നുവെച്ചാൽ പുള്ളിക്ക് ഓരോ കാര്യങ്ങൾ ഇതൊന്നും കാണാനുള്ള സമയം കാണത്തില്ല. ഒന്നാമത്തെ കാര്യം, സീരിയലിലൊക്കെ അഭിനയിക്കുന്ന സമയമാണല്ലോ. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പറയും ഷാനവാസ് അനീഷിനെ ചതിക്കുന്നു. നിങ്ങൾ ഇന്നത്തെ നോമിനേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അനീഷാണ് ഇപ്പോൾ ഷാനവാസിനെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും ആരും എടുത്ത് പറയുന്നില്ല. അനീഷ് കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് പറഞ്ഞത് സേവ് ആകേണ്ടത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് ആണ് സേവ് ആകേണ്ടത്, ഷാനവാസ് ഒരു പാവമാണ്, കുറച്ച് അസുഖങ്ങളുള്ള മനുഷ്യനാണ്, പക്ഷെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ കടന്ന് അങ്ങ് പ്രസംഗിച്ച് തള്ളുമായിരുന്നു. പക്ഷെ ഇന്ന് നോമിനേഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് ഷാനവാസിനെ, ഈ പറയുന്ന ആദിലയോടൊപ്പം ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത ആളാണ് ഈ അനീഷ്. അനീഷിന്റെ ഇത് പക്കാ ഫ്രണ്ട്ഷിപ്പ് ആണോ? ഒരിക്കലും അല്ല. അതുപോലെ തന്നെ ഷാനവാസും അനീഷും ഗെയിം കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അവര് ചെറിയൊരു ബോണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും എന്നാൽ നോമിനേറ്റ് ചെയ്യേണ്ട സമയത്ത് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഷാനവാസ് നോമിനേറ്റ് ചെയ്യുമ്പോൾ മാത്രം പറയും അനീഷിനെ പിന്നിൽ നിന്ന് കുത്തി, അനീഷിനെ ചതിച്ചു എന്നൊക്കെ. ഞാനത് നേരത്തെ ചോദിക്കാറുണ്ട്. ഷാനവാസിന്റെ ഗെയിം കളിക്കാനല്ലേ വന്നത്, അനീഷിന്റെ ഗെയിമല്ലേ കളിക്കാൻ വന്നത്? അപ്പൊ ഇനി ആ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. എന്നുവെച്ചാൽ ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യത്തിന് കൊട പിടിക്കേണ്ട ആവശ്യം ഇല്ല. എന്തായാലും ഇന്ന് ആകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു ഷാനവാസിനെ നമുക്ക് കാണാൻ പറ്റി. എന്നിട്ടും അവിടെ നൂറ പോയിട്ട് എപ്പോഴും, ഈ ശ്രദ്ധിച്ചാൽ മതി, ആദിലയുമായിട്ട് വഴക്കുണ്ടാകുമ്പോഴൊക്കെയും ഈ നൂറയാണ് പോയിട്ട് ഈ ഷാനവാസിനെ കോംപ്രമൈസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ആദിലയും നൂറയും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഷാനവാസിനോട് അധികം അടുക്കണ്ട എന്നുള്ളത്. അതിനൊരു കാരണമുണ്ട്. ഇവരുടെ സ്നേഹം ശരിയായ സ്നേഹമല്ല ഷാനവാസിനോടുള്ളതെന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ ലാലേട്ടൻ വന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ പറഞ്ഞ ഷാനവാസിനെ ശരിക്കും എടുത്തിട്ട് കുടഞ്ഞു. ഇത് കുടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ചിന്തിച്ചിരിക്കുന്നത് ഷാനവാസിന് വെളിയിൽ മൊത്തവും നെഗറ്റീവാണ്, ഒരു നെഗറ്റീവ് പേഴ്സണായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഷാനവാസുമായിട്ട് അധികം നിൽക്കണ്ട, ഇനി നമുക്ക് അടുത്ത ആളെ പിടിക്കാം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ലക്ഷ്മിയാണ് കൂട്ടം തോന്നുന്നു, പുതിയ കൂട്ട്. പക്ഷെ ലക്ഷ്മി ഒരു ഗെയിമുള്ള ഒരാളാണ്. ലക്ഷ്മി എന്തായാലും ഇവരുടെ കൂട്ടത്തിൽ വീഴുമെന്ന് തോന്നുന്നില്ല. ഷാനവാസൻ നെഗറ്റീവ് ആണ് എന്നുള്ളൊരു വിചാരത്തിൽ ഷാനവാസിനെ മൊത്തമായിട്ട് തള്ളി പറയുന്നതായിട്ട് കണ്ടു ഇവർ രണ്ടുപേരും. ഇവർക്ക് രണ്ടുപേർക്കും ഷാനവാസിനോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല.
അത് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നിങ്ങളാണേലും ചിന്തിക്കുക. നിങ്ങൾ ഈ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടുതൽ പേരും ഈ ആദിലയും നൂറയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല ഇത്. എന്താന്ന് വെച്ചാൽ ഷാനവാസ് ശരിക്കും സ്നേഹിക്കുന്നുണ്ട് അവരെ. മനസ്സുകൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു, ഒരു മക്കളെ പോലെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അവരങ്ങനല്ല, അവർ തിരിച്ച് അവർ ഈ ഗെയിമിന് വേണ്ടിയാണ് ഈ നാടകം എല്ലാം കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതിനകത്ത് നൂറ കുറച്ചൊക്കെ ആത്മാർത്ഥതയുണ്ട് ഷാനവാസിനോട്. പക്ഷെ അത് ആ നൂറയെ കൂടെ ഈ ആദില പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആദിലയിലേക്ക് കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ താമസിയാതെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അനുമോൾക്ക് പണി കൊടുക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അതിനുള്ള തറക്കല്ലൊക്കെ ഈ പറയുന്ന ആദില ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ആദില നൂറയിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ഞാൻ പറഞ്ഞു വന്നത് ഈ ആദില തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ലൈവ് കണ്ടവർക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയായിരിക്കും. ഇത് ലൈവ് കണ്ടവർക്ക് എല്ലാം മനസ്സിലാവും. ഷാനവാസിൻ ഇന്ന് അവിടെ അത്രയും പൊട്ടിത്തെറിക്കണമെങ്കിൽ പറയുകയും ചെയ്തു, നിങ്ങൾക്കെല്ലാം എതിരെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ സമയമാകുമ്പോൾ ഞാൻ എടുത്തിട്ടോളാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ ഈ ആദിലയ്ക്ക് വേണ്ടിയാണ് ആ നെവിന്റെ വിഷയത്തിൽ ഈ ഷാനവാസ് കയറി ഇടപെട്ട് ഷാനവാസ് നാറിയത്. ഷാനവാസിനെ ഒരുപാട് പേര് വെളിയിൽ നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അതും കൊണ്ടിട്ടത് ഈ ആദിലയാണ്. അതുപോലെ തന്നെ അനുമോളെ ഇപ്പൊ കൊണ്ടു നടക്കുന്നുണ്ട്. അനുമോൾക്ക് ഇപ്പൊ വെച്ച പണിയൊക്കെ വെച്ച് ഇങ്ങനെ പയ്യെ പയ്യെ കൊണ്ടുപോകുന്നുണ്ട്. അനുമോൾക്കും നല്ലൊരു പണി കിട്ടുമ്പോൾ അനുമോളും പഠിക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അനുമോള് പ്രത്യേകിച്ച് ഈ ആദിലയുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചില കാര്യങ്ങളൊക്കെ ആദില സംസാരിക്കുമ്പോൾ അനുമോള് പിടികൊടുക്കാതെ മാറുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം ഇനി മാറാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ആളാണ് ഈ ആദില എന്നുള്ളത് ഇന്നത്തോടു കൂടി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നേരത്തെ പ്രൂവ് ആയതാണ്. എന്താന്ന് വെച്ചാൽ നിമിഷം നേരം കൊണ്ട് ഓന്ത് പോലും ഇങ്ങനെ നിറം മാറത്തില്ല. റിയാസ് വന്നപ്പം നിറം മാറിയ ആളാണ് ഈ ആദില. അതുപോലെ തന്നെ ലാലേട്ടൻ വന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ പറയുന്ന ഷാനവാസിനെ എടുത്തുകൊണ്ട് കുറഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ഷാനവാസിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നു. അകന്നു എന്ന് തന്നെ പറയാം. പക്ഷെ ഷാനവാസിന് ഇത് നല്ലതാണ്. ഞാൻ പറഞ്ഞ ഷാനവാസ് ഇതൊന്നും മനസ്സിലെടുക്കാതെ ഷാനവാസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നേരത്തെ കളിച്ചതുപോലെ കളിച്ചു വന്നാൽ ഷാനവാസ് നല്ല ബെസ്റ്റ് പ്ലെയർ ആണ്. ഇപ്പോഴും നല്ല പ്ലെയർ ഒക്കെ തന്നെയാണ്. കയ്യിൽ നിന്ന് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊന്നും പറ്റാത്ത ആരും അവിടെ ഇല്ല. ഓക്കെ, അപ്പം ഷാനവാസിന് ഇനിയും മുന്നോട്ട് വരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഷാനവാസിനെ കുറിച്ച് മാത്രം ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഷാനവാസിന്റെ PR എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു. പക്ഷെ ഞാൻ എല്ലാവരുടെ നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ പുറകോട്ട് പോയി കണ്ടാൽ മതി. ഞാൻ എല്ലാവർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, തെറ്റുകളും സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ആരുടെയും PR എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാനിത് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഷാനവാസിന്റെ PR എടുത്തിട്ടോ ഒന്നും സംസാരിക്കുവാന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഒരിക്കലും അല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ കണ്ടത് പറയണമല്ലോ. ഷാനവാസിൽ ഞാനൊരു നല്ല മനുഷ്യനെ കാണുന്നു, നല്ലൊരു പച്ചയായ ഒരു മനുഷ്യനെ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇനി ഗെയിം എന്താണെന്ന് എനിക്കല്ല, ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഷാനവാസ് എന്നൊരു മനുഷ്യൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം പലരും വീഡിയോ ചെയ്യുന്ന കാണാം, ഷാനവാസ് അമ്മാവൻ കളിക്കുകയാണ്, ചേട്ടൻ കളിക്കുകയാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. പുള്ളി എന്തോ സീരിയസ് ആയിട്ട് തന്നെയാണ് പുള്ളിയുടെ മനസ്സിൽ ഇവർക്കൊരു സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ആ സ്ഥാനം എന്തായാലും ഇന്ന് എടുത്ത് കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എത്രമാത്രം ഷാനവാസ് എടുത്ത് കളഞ്ഞു എന്നുള്ളത് ഇനി പോകെ പോകെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഷാനവാസിന് ഇവരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഇനി വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഇനി എന്താണ് മുന്നോട്ട് നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.